ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പം മൈക്കിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 3 മൈക്ക് മേടിച്ചത് 2 ഓഫറിലാണ്. 2 അടിച്ചു പോയി. ഇത് പഴയതായിരുന്നു. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഓഫായി കളിക്കും. ഇപ്പം വീഡിയോ ഒന്നും ഇപ്പം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. പുതിയ ഓർഡർ ചെയ്ത് വരുത്തിക്കണം. അതുവരെ വീഡിയോ വന്ന് ഇല്ലേ ഇല്ല. അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഒന്ന് ബോറായോ, ഒന്ന് കൊറിയൻ സ്റ്റൈൽ അടിച്ചു നോക്കിയതാ. എടുക്കണ്ട കണ്ണാട്ടോ. ഇപ്പോഴോ സൂപ്പറേക. ഇതൊന്നല്ല, നമ്മൾ മാറ്ററൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ അതിൽ തൂക്കിയിട്ടിട്ടുണ്ട് ബേക്കിൽ. പിന്നെ ഇത് TV ആട്ടാ, വലിയ LCD. ഇത് മാമൻ കൊണ്ടുവച്ചതാ, പക്ഷേ ഉപയോഗിക്കാൻ ആരുമില്ല. എല്ലാവരും ഫോണിലതിനെ കൊണ്ട് ഇതിവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് ഞാനെടുക്ക് വന്നിട്ട് ഓണാക്കും. എപ്പോഴെങ്കിലും വൈഫൈ ഓണാക്കി കണക്റ്റ് ആക്കും. TV വലിയ താല്പര്യമില്ല കാണാൻ. അപ്പം നമ്മളെ മാറ്റർ എന്താ വെച്ചാൽ നോ എഡിറ്റ്, നോ കട്ട്, നോ കുത്തിപ്പടിക്കൽ. ഇത് സംഭവം ഞാൻ കുനിഞ്ഞ് സംസാരിക്കുന്നതേ, നിന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ അത്യാവശ്യം ഒരു ഹൈറ്റ് ഉണ്ട്, നിന്നതാ ഇങ്ങനെ ഉണ്ടാവാൻ. അപ്പോൾ ഹൈറ്റുള്ളതിനെ കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളെ ആക്ഷനാണ്. നിങ്ങളെ ആക്ഷൻ തോട്ട്സിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും 24 hours വർക്ക് ചെയ്യുന്നൊരു സംഭവം. അത് നിങ്ങൾ കിടന്നാലും ഇരുന്നാലും എന്ത് ചെയ്താലും നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പല തോട്ട്സ് നിങ്ങളെ മൈൻഡിൽ ഓടിക്കൊണ്ടേയിരിക്കും. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വരേണ്ടത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ സെൽഫിനെ ഭയങ്കര രീതിയിൽ എന്താക്കരുത്, പുഷ് ചെയ്യുന്നൊരു സംഭവം വന്നാൽ നിങ്ങൾ ആകെ ഡള്ളാവും. കാരണം നിങ്ങളെ തന്നെ അത് നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും. നമുക്കൊരിക്കലും മൈൻഡ് നമ്മൾ ഒരിക്കലും കൺട്രോൾ ചെയ്യേണ്ട. അത് അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങിക്കോളും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സുണ്ട്, അതിന് ഒരു മെൻ്റൽ ഹീലിംഗ് വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങളെ തന്നെ കുറിച്ചിട്ട് ഒരു ദിവസം എഴുതി വെക്കുക. എന്നുവെച്ചാൽ ഡെയിലി എണീക്കുക, ഐ ആം ദ ബെസ്റ്റ് എന്ന് എഴുതാ. ഒറ്റ പ്രാവശ്യം എണീച്ച പാടത്തിന് ഒരു വേർഡ് എഴുതാ. പിറ്റേ ദിവസം എഴുതാ ഐ ആം ദ ബെസ്റ്റ് വൺ ഇൻ ദ വേൾഡ് എന്ന് എഴുതാം. 3-ാമത്തെ ദിവസം ഐ ആം ദ ഗുഡ് ലൈഫ് ഇൻ ദ ഫ്യൂച്ചർ. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ ഒരു വേർഡ് രാവിലെ തന്നെ എഴുതി നിങ്ങൾ റുട്ടീനിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഒരു 30 days കൊണ്ട് നിങ്ങളുടെ സെൽഫിലേക്കൊരു പ്രത്യേക എനർജി വരുന്ന കണ്ണെ കാണാൻ പറ്റും. പല സമയത്ത് നിങ്ങൾക്ക് ബാഡ് തോട്ട്സ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും നിങ്ങൾ ഫോക്കസിനെ എന്താക്കരുത്, ഫോക്കസിനെ ഡിസ്ട്രാക്ഷൻ ചെയ്യരുത്. ഡിസ്ട്രാക്ഷൻ ചെയ്യുന്ന വെച്ചാൽ ഇതാ, സോഷ്യൽ മീഡിയ കയറുക, റീൽസ് കാണാം, വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കുന്നവരനുസരിച്ചില്ല, നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ കൺഫ്യൂഷൻ ആയിക്കൊണ്ടേയിരിക്കും. അതേ സമയത്ത് നിങ്ങൾ പ്രോബ്ലംസിന് പോകാതെ സൊല്യൂഷന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിന് പോവുകയാണെങ്കിൽ വഴി തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടി നിങ്ങൾ പോയിക്കൊണ്ടേയിരുന്നാൽ തെളിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട. സെൽഫിനെ വലിയ രീതിയിൽ നിങ്ങൾ മൈൻഡിനെ കൺട്രോൾ ആക്കാൻ ഒരിക്കലും നിൽക്കരുത്. അത് നമ്മുടെ ഹ്യൂമൻ നാച്ചുറൽ ഫങ്ഷനായിട്ട് സെറ്റിൽഡ് ആണ്. അത് ഇത്ര തോട്ട്സ് ആയാലും ഇപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോക്കസ്ഡ് ആണ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചോ, വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നാളെ ചെയ്യാമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എന്താക്കണം, നിങ്ങൾ മെല്ലെ എന്താണോ ഇന്ന് ചെയ്യാനുള്ള ഒരാക്ഷൻ ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആക്ഷൻ റിക്വേർഡാണ് എല്ലാ മേഖലയിലും. അപ്പോൾ ഇന്ന് തൊട്ടും നിങ്ങൾ ഒരു വേർഡ്സ് നിങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് തന്നാലും നിങ്ങൾ എത്തേണ്ട അടുത്ത് എത്തിയിരിക്കും. ഓക്കെ, താങ്ക് യു.